ഇന്ന് നമ്മൾ പഴുത്ത മാങ്ങ കൊണ്ടുള്ളൊരു പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് നമ്മൾ മാങ്ങ നന്നായിട്ട് ജ്യൂസാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് മെൽറ്റ് ചെയ്ത ശേഷം നമ്മൾ മാങ്ങ ജ്യൂസ് അടിച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നന്നായി പഴുത്ത മധുരമുള്ള മാങ്ങ വേണ്ട എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മധുരമൊക്കെ ചേർത്തതാണ്. അപ്പോൾ ഇത് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഒന്ന് കുറുകോളം അതൊന്ന് സെറ്റ് ആവുമ്പോൾ നമ്മളൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ വെച്ച പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ള പാത്രത്തിൽ തന്നെ ചൂടാറിയ ശേഷം നമ്മൾ നേരിട്ടങ്ങ് ഫ്രിഡ്ജിലേക്ക് കയറ്റി കൊടുക്കുകയാണ്. അപ്പം നമുക്ക് അതൊരു 2-3 മണിക്കൂറിന് ശേഷം നമുക്കത് അധികം കൂടുതൽ സമയം വെക്കേണ്ട, 2-3 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കത് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുള്ള നമ്മുടെ പുഡിംഗ് ആണിത് കേട്ടോ. അപ്പോൾ അതൊന്ന് പാത്രത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് വെള്ളത്തിൽ വെച്ചിട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇങ്ങോട്ട് തട്ടുകയാണേ. നമ്മൾ പാത്രം കമേൽ വെച്ചിട്ട് അതിന് ശേഷം കമിഴ്ത്തി തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാമ്പഴ പുഡിങ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മോനിട്ട് അത് കണ്ടപ്പോൾ അതിനൊരു കളി കേട്ടോ. അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം ഞാൻ കത്തി വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ അവന് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുഡിങ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയത്.